Good morning, all. Hello, good morning. Good morning. ക്ലാസ്സില്ല മാം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Okay. Ah, okay. Hi, good morning all. Good morning. Okay. ആദ്യമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും സന്തോഷായിട്ടിരിക്കട്ടെ. ഓക്കെ. അപ്പോ നമ്മളൊക്കെ നല്ല പോസിറ്റീവ് എനർജിയൊക്കെ ഉള്ളിലോട്ടെടുത്ത് കാമായിട്ട് അല്ലെ, നല്ല മനസ്സൊക്കെ നല്ല ഫ്രീ ആയിട്ട് അല്ലെ, ഒരു ടെൻഷനും ഇല്ല. എല്ലാം ഇനി പുതിയ പുതിയ കാര്യങ്ങള് നമ്മളെ മൈൻഡിലോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു പ്രഭാതം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പ്രഭാതം മുഴുവനും അങ്ങനെയുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമായിരിക്കട്ടെ എന്ന് ആദ്യം ഞാൻ പറയുന്നു. ഓക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതാണ് നമ്മളെ നെഗറ്റീവ് കമന്റ്സ്. നമ്മൾ ഓരോ മോർണിംഗിലും നല്ല മെഡിറ്റേഷനും യോഗയും എക്സസൈസും ഒക്കെ ചെയ്ത് നല്ല പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലോട്ടെടുത്ത് നമ്മൾ പുതിയ പുതിയ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ പ്രഭാതത്തിൽ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. പുതിയ വിജയങ്ങള്, പുതിയ ലക്ഷ്യങ്ങള് അല്ലെ, അങ്ങനെ ഓരോ ഓരോ ദിവസവും നമ്മൾ ഓരോരോ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പിന്നോട്ട് വലിക്കുന്ന ഒരാളാണ് ഈ നെഗറ്റീവ് കമന്റ്സ്. നമുക്ക് ആർക്കെങ്കിലും ഈ കമന്റ് കൊണ്ട്, നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിരിക്കില്ല അല്ലെ. അതിന് നമുക്ക് ഉണ്ടാവുന്ന കാര്യം ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ എടുത്തു വെച്ച കാലില് നമ്മൾക്കൊരു പതർച്ച. ഇത് ശരിയാവോ? ഇപ്പൊ അവര് പറഞ്ഞത് ഇപ്പൊ ശരി തന്നെയാണോ? ഞാനിപ്പോ അങ്ങനത്തെ ഒരാളാണോ? എനിക്കത് പറ്റുന്നതാണോ? ആ ഒരു പതർച്ചയാണ് നമുക്ക് അതിലൂടെ ഉണ്ടാവുക. ശരിക്കും നെഗറ്റീവ് കമന്റ് കൊണ്ട് ഒരിക്കലും പൂർണ്ണമായിട്ട് നമുക്ക് ഒരു സക്സസ് എന്നുള്ളത് എവിടെ എത്തിയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് നല്ല സെൽഫ് കോൺഫിഡൻസ്. ആര് പറഞ്ഞാലും എനിക്ക് പറ്റും, എനിക്ക് നടക്കും എന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അത് മാത്രമല്ല, അത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിന് അറ്റൈൻ ചെയ്യാനുള്ള നല്ലൊരു മൈൻഡ് സെറ്റും നമുക്ക് വേണം. എന്ത് കാര്യവും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത് നേടണം എന്ന ഉറച്ച മൈൻഡ് സെറ്റ് അത് നമ്മളുണ്ടെങ്കിൽ വി ആർ ഓക്കെ. പിന്നെ ആരുടെ നെഗറ്റീവ് കമന്റും നമ്മളെ ബാധിക്കുന്നതല്ല. ഈ നെഗറ്റീവ് കമന്റ്സ് പല രീതിയിൽ വരും അല്ലെ. ചിലപ്പോ അവര് ഈ കാര്യത്തിന് ഇറങ്ങി, അത് ചിലപ്പോ നടന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ പിന്നിൽ അവർക്കൊരു ജലസ് അതുണ്ടായിരിക്കാം. പിന്നെ ചില ആളുകൾക്ക് അത് ക്യാഷ് പോവോ, അങ്ങനെയാവോ, അങ്ങനെയുള്ള പേടി. പിന്നെ പുള്ള ജോലി നഷ്ടപ്പെടും. പുള്ള ജോലി എന്നൊക്കെ നമ്മൾ ചിലപ്പം വെറുതെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു രാവിലെ എണീക്കുന്നു, പോകുന്നു, അപ്പൊ നമുക്ക് തോന്നും അതിൽ നിന്ന് മാറി മറ്റൊരു ജോലി പിടിച്ചാൽ ചിലപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ ഹൈക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഹയർ ആയിട്ട് കുറെ അപ്ഡേഷൻസ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനേക്കാളും കുറച്ചും കൂടെ മെച്ചപ്പെടും തോന്നി നമ്മൾ ചിലപ്പോൾ അതിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. അപ്പോഴായിരിക്കും ഉള്ള ജോലിയും കളഞ്ഞു പോവും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറെ കിട്ടും. പക്ഷെ നമ്മൾക്ക് അത് പറ്റും, അതിൽ നമ്മൾ മാറി നിന്ന് നമ്മളെ ചിലപ്പോൾ അതിലും ഹൈക്കായിട്ടുള്ള ഒരാളായിട്ട് മാറാൻ നമുക്ക് പറ്റും. ഇത് നമ്മൾ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കമന്റ് ഒരിക്കലും ബാധിക്കില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഓക്കെ. പിന്നെ ഈ നെഗറ്റീവ് കമന്റ്സ് പറയുന്ന ആളുകൾ എത്രത്തോളം അത് പറയാൻ, അല്ലെങ്കിൽ നമ്മളോട് ഒക്കെ അതിന് നമുക്ക് ഉപദേശം തരാൻ പറ്റിയ എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നും കൂടെ നമ്മൾ നോക്കുക. ഇപ്പോ ചില അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളോട് ചിലപ്പോ നമ്മൾ അറിയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കടയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും നമ്മളോട് പറയാ, ആ സുഖത്തിന് അങ്ങനെയൊന്നുമല്ല, ഈ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതില് അവര് ഭയങ്കര കാര്യമായിട്ട് പറയുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഒരു ഡോക്ടറെക്കാളും ഒരിക്കലും അതിനെ കുറിച്ചിട്ട് നോളജ് ഉണ്ടാവൂലാലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഏത് കാര്യത്തിന് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്ന ആളുകൾക്കും അതിൽ എത്രത്തോളം അവർക്ക് നോളജ് ഉണ്ടെന്ന് നമ്മൾ നോക്കുക. അവർക്ക് അത് പറയാനുള്ള യോഗ്യത എത്രത്തോളം ഉണ്ട്
ചിലപ്പോൾ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത് ആ ഫീൽഡിൽ നിന്നിട്ട് അതിൽ ഒരുപാട് എക്സ്പീരിയൻസ് അക്സെപ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഓക്കെ. അതല്ല, ഈ പുറമേ കിട്ടുന്ന എല്ലാ കമന്റ്സും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകരുത്. നമ്മളെപ്പോഴും നമ്മുടെ പുറമേ എന്ത് ചെയ്യണം, ഒരു ഒരു നമ്മൾക്ക് ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ബോഡി കവർ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ വെഹിക്കിൾസിലൊക്കെ ഇഷ്ടം പോലെ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഒരു കവചം നമ്മുടെ ബോഡിയുടെ പുറത്ത് നമ്മൾ അതെല്ലാം ഇവിടെ വന്ന് ഇതിലെ അങ്ങോട്ട് പോകണം, നമ്മുടെ ഉള്ളിലോട്ടൊന്നും കയറാൻ പാടില്ല. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഒരിക്കലും നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ നമുക്ക് ആസ്വദിക്കുന്ന ഒരു കാര്യം നമ്മൾ പോസിറ്റീവ് കമന്റ്സും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നെഗറ്റീവ്സിനെ എൻജോയ് ചെയ്യണം. ഓരോന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ, നാളെ ഓരോ മുന്നിൽ ഞാൻ തെളിയണം. പറഞ്ഞാൽ പോരാ, അതിന് ആഴ്വൊക്കെ ചെയ്തിട്ട് നമ്മൾ നെളിഞ്ഞു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമ്മൾ നെഗറ്റീവ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, പോസിറ്റീവ് പോലെ എൻജോയ് ചെയ്യാൻ പറ്റണം. അതൊരിക്കലും നമ്മളെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാക്കി മാറ്റരുത്. ഹേർട്ട് ചെയ്യും. പിന്നെ നമ്മൾ പിന്നെ ഇരുന്ന് ചിന്തിക്കും. പിന്നെയും കുറച്ചും കൂടെ നമുക്ക് എന്തെങ്കിലും ചെറിയ പരാജയം വരുമ്പോൾ ശരിയായോ, അത് ഒരു പറഞ്ഞത് തന്നെയാണോ. എന്തായാലും ഒരു സക്സസിൽ എത്തണമെങ്കിൽ ചിലപ്പോൾ ചെറിയ പരാജയങ്ങളൊക്കെ നേരിടേണ്ടി വരും. ആ ഒരു മൈൻഡ് നമ്മളിൽ ഉണ്ടാവാം. ഒരിക്കലും അത് ഒരു ഈ ഹേർട്ട് ചെയ്യാനോ ഈ നെഗറ്റീവ്സ് നമ്മൾ ആലോചിച്ച് നമ്മൾ സമയം കളയാനോ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. പിന്നെ എന്ത് നെഗറ്റീവ് കമന്റ്സ് കേട്ടാലും ഒറ്റടിക്ക് അത് നമ്മൾ ചാടിക്കേറി അവർക്ക് മറുപടി കൊടുക്കാണ്ടിരിക്കലാണ് ഏറ്റവും നല്ലത്. കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യാം, സൈലന്റ് ആയിട്ട് അങ്ങനെ ആ ഒരു മൈൻഡിൽ നമ്മൾ അതിനെ കേട്ട് വെക്കാം. നമുക്ക് എപ്പോഴും സൈലന്റ് ഈസ് എ വെരി പവർഫുൾ ആണ് അല്ലെ, പവർഫുൾ ടൂൾ. ഇപ്പൊ സൈലൻസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ചിരിച്ചോണ്ട് മാറി കൊടുക്കുക. അവര് പറഞ്ഞോട്ടെ, അത് അവരുടെ ഒരു അഭിപ്രായം മാത്രം. ചെയ്യുന്നത് നമ്മളാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നത് നമ്മളാണ്. അപ്പൊ നമ്മൾക്ക് പറ്റും എന്നുള്ള വിശ്വാസം നമ്മൾ ഉള്ളിലൂടെ വെക്കുക. അവരുടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് പോയിട്ട് അടിച്ചു കയറിയിട്ട് ആ ഒരു കമന്റിനെ ഒപ്പോസ് ചെയ്യുക, എന്നിട്ട് പറഞ്ഞ് ജയിക്കുക, അതിനൊന്നും നമ്മൾക്ക് ഒരു കാര്യമില്ല. ഓക്കെ, അത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളിനിയിപ്പോ അത് ഒപ്പോസ് ചെയ്താലും നമ്മളതിനെ ചോദ്യം ചെയ്താലും അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത്തരം കാര്യത്തിൽ നമ്മൾ മാക്സിമം അവരെ നമ്മൾ ടീച്ച് ചെയ്യാണ്ടിരിക്കുക ആണ് ഏറ്റവും ബെറ്റർ. സൈലന്റ്, ഇറ്റ് ഈസ് എ പവർഫുൾ ടൂൾ. ഇനി എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ചില ആളുകൾക്ക് ചില സക്സസ് ഒക്കെ കിട്ടുമ്പോൾ ഇവരത് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഉള്ളിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. അതായിരിക്കും ചിലപ്പോൾ ഇവര് പുറത്തോട്ട് കാണിക്കുന്ന ഈ ഒരു കമന്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടുന്ന ഈ അഭിപ്രായങ്ങളൊക്കെ വളരെ വാല്യബിൾ ആയിട്ട് നമ്മളെടുത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ലൈഫിലും കൂടെ ഈ ഒരു പരാജയം പിന്മാറൽ നേടിയെടുക്കാൻ പാടില്ല. അപ്പോൾ ഈ നെഗറ്റീവ് കമന്റ്സ് പറയുന്ന ആളുകൾക്ക് അനുസരിച്ച് നമ്മൾ മാറുമ്പോഴാണ് അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക. പിന്നെ അവരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഹാപ്പിനെസ് എന്താ, ഇത് നമ്മൾ ഇറങ്ങിയിട്ടുള്ള ഒരു സക്സസ്സിലെത്തുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവണം ഹാപ്പിനെസ്. അതാണ് നമ്മുടെ ഹാപ്പിനെസ്. നമ്മൾ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇറങ്ങി തിരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണോ ആ കാര്യത്തിന്റെ പിന്നാലെ നമ്മൾ പോകുന്നു. ആ കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു. അതിലൂടെ നമ്മൾ സക്സസ് നേടുന്നു. അതിലൂടെ നമ്മൾ ഹാപ്പിനെസ് നേടും. ഒരിക്കലും മറ്റുള്ളവരുടെ സക്സസ്, അവരുടെ സക്സസ് എന്താ, നമുക്ക് കിട്ടുന്ന ഈ നെഗറ്റീവ് കമന്റ്സ് സ്റ്റോർ ചെയ്യുന്നു, നമ്മൾ അതിന് പിന്മാറാ, സമാധാനായി, ഇന്ന പോലെ ഓനക്കും ഒന്നും കിട്ടിയില്ല, ആ ഒരവസ്ഥയിലാവരുത്. കാരണം നമുക്കറിയാം നമ്മളെ ചുറ്റിൽ ആരും അത്രക്ക് ഒരു വിശാലായിട്ടുള്ള മൈൻഡുള്ള ആളുകൾക്ക് വളരെ കുറവ് തന്നെയായിരിക്കും. ആർക്കും എന്ത് കിട്ടിയാലും അതിൽ അത്ര കണ്ട ഹാപ്പിനെസ് ഉള്ള ആളുകൾ വളരെ റയർ ആയിരിക്കും. അപ്പോ നമ്മൾ മാക്സിമം ആ കാര്യം, ആ ഒരു സക്സസ് നമ്മൾ അവരുടെ സക്സസ് അല്ല നോക്കണ്ടേ, നമ്മുടെ സക്സസ്സിൽ നമ്മൾ നിർത്താം. പിന്നെ ഈ കമന്റുകളാണ് നമ്മളെ മൂഡ് ഓഫ് ആക്കുക, നമ്മളെ പിന്നോട്ട് വലിക്കുക. അപ്പൊ എന്താണ്, അവരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്.
ഒരിക്കലും ആവരുത്. നമ്മൾക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റണം. നമ്മുടെ ഓരോ മൂവ്മെന്റിന്റെയും ആ ഒരു ചരട്, ആ ഒരു റിമോട്ട് നമ്മുടെ കയ്യിലായിരിക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ടായിരിക്കണം എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഏത് രീതിയിൽ പോയാൽ അവിടെ എത്തും, ഈ ഒരു പ്ലാൻ കറക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ആ പ്ലാനിലൂടെ നമ്മൾ കറക്റ്റ് റൂട്ടിലൂടെ നമ്മൾ മൂവ് ചെയ്യാം. അതിന്റെ പിന്നില് നമ്മളെ ഒരാൾ കയറിട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിലാവരുത്. ഓക്കെ. അപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കൗ ഒക്കെ ഉള്ളവരെന്ത് ചെയ്യും, ഒരു കയറിട്ട് വലിച്ചിട്ട് ആ തൊളിക്കുന്ന ആള് പോകുന്ന വഴിക്കായിരിക്കും ആര് പോവാ, ഈ കൗ പോകുന്നുണ്ടാവുക അല്ലെ. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ആളാവരുത്. നമ്മൾ തന്നെ തൊളിച്ചു കൊണ്ടുപോകണം. ഓക്കെ. ഒരിക്കലും ഒരാളെ നമ്മളെ മേയ്ക്കുന്ന ഒരവസ്ഥ അപ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് കിട്ടും. ഞാൻ ചെയ്തു, എനിക്ക് അതിലൂടെ ഒരുപാട് നേടാൻ പറ്റി എന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. അപ്പൊ നമുക്കൊരു കാര്യത്തിന്, എന്ത് കാര്യത്തിലായിരിക്കും, നമുക്ക് കറക്റ്റ് ഒരു പ്ലാൻ, നമ്മുടെ ലൈഫിന് കറക്റ്റ് ഒരു റുട്ടൈൻ, കറക്റ്റ് ഒരു പ്ലാൻ, കറക്റ്റ് ഒരു ഗോൾ, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരാളുടെ കയറിൽ നമ്മൾ പോകരുത്, പോകാൻ പറ്റില്ല നമുക്ക്. കാരണം എന്താ, നമ്മളുടെ ടാർഗറ്റ് വേറെയാ. അതല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാവുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്ന എല്ലാത്തിൻ്റെ പിന്നാലെ പോകേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിന് നമ്മൾ ആദ്യം ഒരു ക്ലിയർ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ക്ലിയർ പ്ലാൻ അല്ലെങ്കിൽ ക്ലിയർ റുട്ടൈൻ, ക്ലിയർ ഗോൾ, ഇതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് പോവാന്നുണ്ടെങ്കിൽ ഈ കമന്റ്സ് ഒന്നും നമ്മളെ എവിടെയും യേശൂല. ഓക്കെ. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇപ്പൊ ഒരാള് നമ്മളടുത്ത് പറഞ്ഞു മോനെ അതിന് പോയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഇനിയിപ്പോ നമ്മളൊരു പഠിക്കാൻ ഇറങ്ങാണ് അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് ഇറങ്ങാണ്, അപ്പോൾ അതിന് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് പറ്റിയ ഫീൽഡ് അല്ല എന്ന രീതിയിലൊക്കെ നമ്മൾ പറയാണ്, നെഗറ്റീവ്സ് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ എടുത്ത കാര്യം നമ്മൾ പിന്നോട്ട് വെക്കേണ്ട രീതിയിലുള്ള കുറെ അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിൽ സത്യമുണ്ടോ നമ്മൾ നോക്കുക. സത്യം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ആ രീതിയിൽ നമുക്ക് ഏത് റൂട്ട് മാറ്റിയെടുക്കാന്നാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ നമ്മൾ ഒഴിവാക്കാം. നമുക്ക് അതിൽ ഉൾക്കൊള്ളാൻ പറ്റിയ പാഠമുണ്ടെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാം. അല്ല, അത് ജസ്റ്റ് ഒരു ടോക്സിക് ആണ് എങ്കിൽ അതൊരു മാലിന്യമായിട്ട് അങ്ങോട്ട് വേസ്റ്റ് ആണ്, അതിനൊഴിവാക്കാം. ഓക്കെ. ആ രീതിയിലായിരിക്കണം നമ്മൾ ഓരോ കമന്റ്സ് നമ്മൾ എടുക്കേണ്ടത്. ഇനി വേണ്ടത്, ഞാൻ ഫസ്റ്റിലേ പറഞ്ഞു, നമ്മൾക്ക് ആര് കമന്റ് തന്നാലും ജസ്റ്റ് ഒരു സ്മൈൽ, ആ ചിരിയിൽ എന്തായിരിക്കണം, അവർ തന്ന നെഗറ്റീവ് കമന്റ് നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് പോകണം. അവർക്കൊരു ഹേർട്ട്നെസ് അതിലുണ്ടാവൂല. റൈറ്റ്. നമുക്ക് എന്തൊരു നെഗറ്റീവ്സ് കേട്ടാലും കുഴപ്പമില്ല, ആ ഒരു സ്മൈൽനെസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിലോട്ട് ഈ സംഭവം കയറുന്നുമില്ല, പക്ഷെ അവർക്കൊരു ഹേർട്ട്നെസ് ഫീൽ ചെയ്യൂല. ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു കമന്റിന്, അഭിപ്രായത്തിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. അപ്പൊ അവര് വിചാരിക്കും നമ്മുടെ റെസ്പോൺസിന് അവർക്കൊരു നന്ദി കിട്ടിയ രീതിയിൽ അവരവിടെ നിൽക്കുകയും ചെയ്യും. നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ഫീലിങ്സും വരൂല. ഇനി എന്തെന്നെ നമ്മൾ സംഭവിച്ചാലും, ആരെന്ത് കമന്റ് തന്നാലും, നമ്മൾ അതിലൊന്നും പതറുന്നില്ലെങ്കിൽ തന്നെ എന്താണ്, നമുക്ക് കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് പോയിക്കോളും. അപ്പൊ നമ്മൾ എത്ര കമന്റ്സ് പറഞ്ഞിട്ടും നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ നമ്മുടെ വഴിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ പോകുന്ന വഴിയിൽ നമുക്ക് പലതും നേടാനും പറ്റുന്നുണ്ട്. ചിലത് നമ്മൾ തട്ടിപ്പോവും, ചിലത് നമ്മൾ നേടുന്നു. ദാറ്റ്സ് എ ലൈഫ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കമന്റിലൊന്നും നമ്മൾക്ക് പ്രത്യേകിച്ച് പതർച്ചയൊന്നുമില്ല. സോ ആ കമന്റ്സ് സമാധാനത്തിൽ എന്ത് ചെയ്യും, തട്ടിപ്പോവും. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇനിയിപ്പോ അവിടെ പോയി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം അവരെ വർക്ക് ഇവിടെ നടക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ആരും അതിന്റെ പിന്നാലെ കൂടുതൽ പറയാൻ വരില്ല, അവർ പുതിയ ക്ലയന്റിനെ തെരഞ്ഞു പോയേ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പൊ അതിങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പറയാൻ നിൽക്കുന്ന ആളുകൾക്ക് മെയിൻ അവരുടെ ജോബ് അതാണ്. അപ്പോ അവർ പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നു. നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ജോബ് എന്താ, നമ്മൾക്കൊരു റുട്ടൈൻ ഉണ്ട്, നമുക്കൊരു ഗോൾ ഉണ്ട്, അത് അറ്റൈൻ ചെയ്യല. നമ്മൾ നമ്മളെ ജോബിന്റെ പിന്നാലെ പോവാം. ഓക്കെ. അപ്പൊ അത് കുറച്ചിങ്ങനെ പറയും, പിന്നെ അവരെന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മള്
നമ്മുടെ മൈൻഡിന് ഒരുപാട് പോസിറ്റീവ് എനർജി നമ്മൾ തന്നെ കൊടുക്കുക. നല്ല മെഡിറ്റേഷൻ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല സെൽഫ് കോൺഫിഡൻറ്റ്. എനിക്ക് പറ്റും, ഞാൻ ആരാ, സെൽഫ് അവെയർനെസ്, ഞാൻ ആരാണ്, എനിക്കതിന് പറ്റും, എനിക്ക് എത്രത്തോളം സ്കില്ലുണ്ട്, ഞാൻ എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ ഞാൻ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ്, എനിക്ക് അങ്ങനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഉള്ളിലുള്ള സ്കില്ലിനെ കുറിച്ചും നമ്മളുടെ ഓരോ കഴിവുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അത് കറക്റ്റ് നമ്മൾ അതിൽ മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾക്കത് പറ്റും. പിന്നെ നമ്മൾ ഒരാളല്ലല്ലോ, മറ്റുള്ള ആളുകൾക്കല്ല നമ്മളെ കുറിച്ച് കൂടുതൽ അറിയുന്നത്, നമ്മൾക്കാണ്. ഞാൻ ആരാണ്, എനിക്ക് എന്തെല്ലാം സ്കില്ലുകളുണ്ട്, എന്തെല്ലാം കഴിവുകളുണ്ട്, ഇതെല്ലാം കറക്റ്റ് അറിയുന്നത് നമ്മൾക്കാ, മറ്റൊരാൾക്കുമല്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, അതെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മുടെ സ്കില്ലുകൾ എന്താണെന്ന് നമ്മൾ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആര് നെഗറ്റീവ്സ് തന്നാലും നമ്മൾ അതൊരിക്കലും ബാധിക്കരുത്. നമ്മൾ ഈ എനർജീസ് ഒക്കെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് നമ്മളുടെ ഉള്ളിൽ കംപ്ലീറ്റ് പോസിറ്റീവ് ഫില്ല് ചെയ്ത് വെക്കാം. ഇനി നമുക്കറിയാം, ഒരുപാട് ബോൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് വിമർശനങ്ങളും കേട്ടവരാ. ഒരുപാട് വിമർശനങ്ങൾ വരുമ്പോഴാണ് നമ്മളെ മൈൻഡും നന്നായിട്ട് ബിൽഡ് ആവുക. ചെറിയൊരു കാര്യം വരുമ്പോൾ നമ്മളിങ്ങനെ നാലും പറഞ്ഞല്ലോ എന്നും പറഞ്ഞ നമ്മളിങ്ങനെ തളരും അല്ലെ. ആ തളർച്ച നമ്മുടെ സമയം പോകുന്നു, നമ്മുടെ മൈൻഡ് ഹെൽത്ത്, നമ്മുടെ മെന്റൽ ഹെൽത്ത് നഷ്ടപ്പെടുന്നു, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, അങ്ങനെ എല്ലാത്തിനും അത് പോയിട്ട് ബാധിക്കും. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഏർണിങ്സും കിട്ടൂല. പക്ഷെ നമ്മൾ നല്ല ബോഡി ബിൽഡ് ചെയ്യുക, ഇങ്ങനെ കുറെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് നേടാണ്ടായിട്ടില്ലല്ലോ, നമ്മൾ ഓൾറെഡി അതിനെ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നല്ല ബോൾഡ് ആവും. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരസി 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 നല്ല ഒരു പാകപ്പെട്ട കല്ലാക്കി നമ്മൾ മാറ്റുന്നത്. പിന്നെ എന്ത് വന്നേറിയാലും നമ്മൾ എന്ത് ചെയ്യും, നല്ല പാറക്കല്ല് പോലെ വൃത്തിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളെ മനസ്സിന് ഒരിക്കലും ആട്ടമില്ല. കാരണം ഇങ്ങനത്തെ കുറെ സംഭവം നമ്മൾ കേട്ട് നമ്മളെ മൈൻഡ് നന്നായിട്ട് കല്ല് പോലെ ആയിട്ട് മാറും. ഇനി ആര് പറഞ്ഞാലും അത് നമ്മളെ ഇവിടെ തട്ടി അങ്ങോട്ട് പോകും. ഇതിന് പ്രത്യേകിച്ച് ഏഷലൊന്നും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഇനി നമ്മളെ ഉള്ളിൽ നമ്മൾ സന്തോഷിക്കാം. ഇവരൊന്നല്ലല്ലോ എന്നെ നിയന്ത്രിക്കണേ, ഞാനാണ്, എനിക്ക് പോകാൻ പറ്റും, ഞാൻ പോകുന്നുണ്ട്. ആ ഒരു നെഗറ്റിവിറ്റി എന്തായിരിക്കും, ആ നെഗറ്റിവിറ്റിയും കൂടെ നമ്മൾ ഉള്ളിലെടുത്തിട്ട് നമുക്ക് ചിരിക്കാൻ പറ്റണം. സ്മൈൽ, കാമായിട്ട് നമ്മൾ സ്മൈൽ ചെയ്യാം. ഇവരാരുമല്ല എന്നെ നിയന്ത്രിക്കുന്ന ആളുകൾ. അപ്പം ഇവരെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റും. യാ, ആ ഒരു ഉള്ളിലുള്ള ഒരു പുഞ്ചിരി, ഒരു സ്മൈല് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാം. റൈറ്റ്. ഇനി നമുക്കറിയാം, ഏത് സക്സസിലും അല്ലെങ്കിൽ നമ്മളെ ഗ്രോത്ത് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം വേണ്ട ഈ എല്ലാ കാര്യത്തിലും നമ്മൾ ഇറങ്ങും, നമുക്ക് നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സും നമ്മുടെ കാം മൈൻഡും കൂടെ കൂടുമ്പോഴാണ് നമുക്ക് നല്ല കോൺഫിഡൻസും അതുപോലെ നല്ല ഗ്രോത്തും നമുക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്ക്, ഒരുപാട് കാര്യത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളൊരു ലേഡീസ് ആണ് ഇറങ്ങുന്നത് പോലും നമുക്കറിയാം, ആ കുട്ടികളുടെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും പറയാൻ, പിന്നെ ക്യാഷിന്റെ കാര്യം, അങ്ങനെ ഒരുപാട് കാര്യം. നമ്മളൊരു ബിസിനസ്സിന് ഇറങ്ങാണ്, അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് ഇറങ്ങാണ്, നമ്മൾ പുതിയൊരു പഠനത്തിന് ഇറങ്ങാണ് അല്ലെ. ഇതിന്റെ പിന്നെ ഇഷ്ടംപോലെ ആളുകളുടെ കുറേ അഭിപ്രായങ്ങൾ വരും. ഇതൊക്കെ കേട്ട് നമ്മൾ ഇരുന്നാൽ ഇവരാരും നമ്മൾ എന്ത് ചെയ്യൂല, ഒരിക്കലും നമുക്ക് ഇവരാരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതരോ? ഇല്ലല്ലോ. വിജയം ആരും നമുക്ക് കൊണ്ടുതരില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു റൂട്ടിൽ, നമ്മളെ ഗോളിലൂടെ, നമ്മുടെ പ്ലാനിലൂടെ നമ്മൾ മൂവ് ചെയ്താലേ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റും. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, ഹനാൻ ഷാ അല്ലെ, നല്ല പാട്ടുകാരന് കേട്ടിട്ടുണ്ടായിരിക്കും. ചെറുപ്പക്കാരനാണ്, ഐ തിങ്ക് ഓൾമോസ്റ്റ് ബിലോ 25 എങ്ങാനും വരുന്ന ചെറിയൊരു ഏജിലുള്ള ചെറുപ്പക്കാരൻ. അപ്പൊ ഇവന് പഠിക്കുന്ന സമയത്ത് അത്ര വലിയ പുലിയൊന്നുമല്ല. അങ്ങനെ ഇവന്റെ പാരന്റ്സ് ഒക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോ ഇവനെ ആ ഒരു 17 കഴിഞ്ഞപ്പോ തന്നെ TTC എടുത്ത് ഇവന് ഒരു ടീച്ചറായിട്ട് ടീച്ചിങ് ഫീൽഡിൽ ഇറങ്ങിയ ആളാ.
അപ്പൊ ഇവർക്ക് നമുക്കറിയാലോ, ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് പോസ്റ്റ് ഒക്കെ വാങ്ങിക്കുന്നത് അറിയാലോ. അങ്ങനെ ക്യാഷ് ഒക്കെ കൊടുത്ത് ഇവന്റെ പാരന്റ്സ് ഇവൻക്ക് പോസ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തതാ. അങ്ങനെ ആ ഒരു ടീച്ചിങ് ഫീൽഡ് ഇവനാകെ കുറച്ച് വർഷങ്ങൾ അവിടെ നിന്നിട്ടുള്ളൂ. പിന്നെ ഇവന്റെ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു, ഇവൻ ശരിക്കും പാട്ട് പാടാൻ നല്ല സ്കില്ലുള്ള ആളാണ്, നല്ല സ്കില്ലുള്ള ആളാണ് ആ സമയത്ത്. അപ്പൊ ഇവൻ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു കുറച്ച് വർഷം സമയം തരണം, ഒരു 5 വർഷം ഞാൻ സമയം തരണം, എനിക്ക് ഈ പാട്ടിന്റെ പിന്നിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അപ്പൊ ഇവന്റെ പാരന്റ്സ് അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, ഈ പാട്ടിന്റെ ഫീൽഡിൽ കുറച്ചും കൂടെ ട്രെയിനിങ് ഒക്കെ എടുത്ത് കുറെ പ്രാക്ടീസ് ഒക്കെ വാങ്ങിച്ച് അവന് ഈ ഒരു സിംഗിങ് ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. ഇന്ന് ഹനാൻ ഷാ, എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ കേട്ടവരായിരിക്കാം. അപ്പൊ ഹനാൻ ഷാ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ പരിപാടികൾ, ഇവന്റെ പരിപാടികൾ വരുമ്പോ സമയത്ത് തന്നെ റോഡിൽ വരെ ബ്ലോക്കാ. അബുദാബിയിലൊക്കെ ഇവൻ പോയിട്ട് അത്രയും ജനങ്ങളാണ് ഇവന്റെ ആ ഒരു, ഇവനക്ക് ആരാധകര്. അപ്പൊ ഇവൻ ടീച്ചറായിട്ട് അവിടെ നിൽക്കാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവനായിരിക്കും ഇവൻ അറിയുന്നുണ്ടാവുക. പക്ഷെ ഇന്ന് ഇവന് ലോകത്ത് തന്നെ ഇഷ്ടം പോലെ ആളുകളിൽ അക്സെപ്റ്റ് ചെയ്ത ഒരു സിംഗർ ആയിട്ട് മാറി. അപ്പൊ അബുദാബിയിലേക്ക് ഇവൻ ചെന്ന സമയത്ത് പോലീസുകാർ വന്നിട്ട് കൺട്രോൾ ചെയ്തിട്ടാ പോലും, അത്രയ്ക്കും ട്രാഫിക് ജാമാണ് ഇവൻ പരിപാടി നടത്തിയ ആ ഒരു ഏരിയയിൽ തന്നെ. അപ്പം ഇഷ്ടംപോലെ പരിപാടികൾ, ഇഷ്ടംപോലെ യാത്രകള്, ഇതൊക്കെ ഇവനക്ക് നേടിയെടുക്കാൻ പറ്റിയത് എന്തുകൊണ്ടാ, ഇവന്റെ ഒരു പാഷനിലൂടെ ഇവനക്ക് മൂവ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാ. ഇവനൊരു ടീച്ചറായിട്ട് അവന്റെ പാരന്റ്സ് കൊടുത്ത ക്യാഷ് കൊണ്ട് പോസ്റ്റ് വാങ്ങി ഒരു ടീച്ചറായി ഇങ്ങനെ ആ രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു, കുറച്ച് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നു, അവർക്ക് കുറച്ച് ഭാവി ഉണ്ടാക്കി കൊടുക്കുന്നു. ഏറിപ്പോയാൽ ആ ഒരു സ്കൂളും ആ സ്കൂളിലെ കുട്ടികളും അവിടുത്തെ പാരന്റ്സും ഇവനെ അറിയുള്ളൂ. പക്ഷെ ഇവൻ ഇന്ന് അത്രയും ഫെയിം ആയത് എന്തുകൊണ്ടാ, അവന്റെ ആ ഒരു ജോലി അവിടെ മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് കാര്യം എന്റെ കയ്യിലുണ്ട്, എനിക്ക് അതിലൂടെ പോകണം എന്ന ആത്മവിശ്വാസത്തിൽ അവൻ ഇറങ്ങി, അത് എനിക്ക് നേടിയെടുക്കാൻ പറ്റി. അപ്പൊ പാരന്റ്സ് അതിന് നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. നോർമൽ ഒരു പാരന്റ്സ് ആണെങ്കിൽ എന്താ ചിലപ്പം പറയാ, ഇത്രയും ക്യാഷും കൊടുത്ത് ജോലി വാങ്ങി തന്നിട്ട് ആ ജോലിയും കളഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പിന്നെ കുറേ കമന്റ്സും കുറേ നെഗറ്റീവ്സും ഒക്കെ ഇവർക്ക് കൊടുക്കും. പക്ഷെ അവര് നല്ല രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്തു. ആ സമയത്ത് ചിലപ്പോ അവരെന്തായാലും കുറച്ച് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അവൻ തന്നെ പറയുന്നുണ്ട്, ഇഷ്ടം പോലെ പറയുന്നുണ്ട്, എന്റെ ഉമ്മക്ക് ഞാൻ ഫുൾ A+ ഒന്നും വാങ്ങാൻ ഇപ്പം കുറെ മോശമായിട്ടുള്ള കുറെ വലിയൊരു സക്സസ് ഞാൻ എന്റെ ഉമ്മാന്റെ മുന്നിൽ കൊണ്ട് നിർത്തി കൊടുത്തു. അപ്പോ അതാണ് കാര്യം. നമ്മുടെ മുന്നില് നമ്മൾക്ക് കഴിവ്, അപ്പൊ അവന്റെ ആ ഒരു സ്കില്ല്, എനിക്ക് പാടാൻ പറ്റും, സിംഗിങ്ങിൽ എനിക്ക് അത്രയും കഴിവുണ്ടെന്ന് എനിക്ക് ആ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയാല് എനിക്കിതിൽ ഉണ്ട്, അപ്പൊ എനിക്കതില് ആ ഒരു രീതിയിൽ എനിക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ള ധൈര്യവും വിശ്വാസവും ആ സ്കില്ല് അവൻ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റി, ആ ഒരു ആ ഒരു ഫീൽഡിൽ അവനക്ക് നല്ല സക്സസ് കിട്ടുകയും ചെയ്തു. അപ്പൊ ഒരു ടീച്ചറിലുപരി ഹീസ് ബിക്കം എ ഗുഡ് സിംഗർ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് പഠിച്ച് നമുക്കൊരു ചെറിയ ജോലി കിട്ടി, നമ്മൾ രാവിലെ പോവും, വൈകുന്നേരം വരും, ആ ജോലി ചെയ്യുന്നു, വരുന്നു, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോകും. പക്ഷെ അതിനെക്കാളും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കാര്യം നമുക്ക് കിട്ടാൻ, നമുക്ക് അതിന് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും ഇതുപോലുള്ള കുറെ കഴിവുകൾ, അതിനെ ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ നെഗറ്റീവ് കമന്റുകാർ എന്ത് ചെയ്യും, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതല്ല, നമുക്ക് അതിലും മുന്നേ കിട്ടാൻ പറ്റുന്ന കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക, നമ്മളെ റൂട്ടിലൂടെ നമ്മൾ മൂവ് ചെയ്യുക. ഒരിക്കലും ഇത്ര ആളുകളുടെ വാക്കിലല്ല നമ്മളുടെ ലൈഫിന്റെ ചരട് കിടക്കേണ്ടത്, നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, പിന്നെ എന്താണ്, അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക, ഫുൾ നമ്മൾ അതിൽ എൻഗേജ്ഡ് ആവുക. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാനിങ്ങനെ പറഞ്ഞ എന്തായാലും നമുക്ക് കമന്റ്സ് ഉണ്ടാകും. അപ്പൊ അതൊന്നും നമ്മൾ കയറ്റി വെക്കാണ്ടിരിക്കുക. എപ്പോഴും നമ്മുടെ പുറമെ നമ്മളൊരു കോട്ടിടാം, ആ കോട്ടിന്റെ പൊള്ളിലോട്ട് ആരെയും നമ്മൾ കയറ്റാണ്ടിരിക്കുക, അവിടെ നമ്മൾ മാത്രം മതി. അങ്ങനെ നമ്മൾ ലൈഫ് കൊണ്ടുപോയാൽ നമുക്ക് നല്ല സക്സസ് ഉണ്ടാവും, നമ്മൾ നല്ല ഹാപ്പിനെസ് നമുക്ക് കിട്ടും. വി ആർ ഓക്കെ. ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ല ലൈഫൊക്കെ ഉണ്ടാവട്ടെ. എല്ലാവരുടെ ലൈഫിലും എല്ലാ നെഗറ്റീവ് കമന്റ്സും പുറത്തോട്ട് പോയി എല്ലാം പോസിറ്റീവ് ആവട്ടെ. നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം നമുക്ക് എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, ബൈ, താങ്ക് യു.
ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഓരോരുത്തർക്കും പറയാം. കാരണം എല്ലാവരുടെ ലൈഫിലും ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഒരുപാട് സക്സസ്സിൽ എത്തിയിട്ടുണ്ടാവുക, അല്ലെ? അപ്പൊ ഓരോരുത്തർക്കും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം. അത് മറ്റുള്ളവർക്ക് ഒരു മോട്ടീവ്സും ആവട്ടെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ ഈ ഫാസിമാമിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു 1.5-2 വർഷങ്ങൾക്ക് മുമ്പ്, എന്റെ പേര് നിസാവാണ്, ഞങ്ങൾ തമ്മിൽ ഒരു ട്രെയിനിങ് പീരീഡിൽ വെച്ച് സംസാരിച്ചിരുന്നു. ആ ഒരു ട്രെയിനിങ് പീരീഡിൽ ഇപ്പൊ എന്തൊരു മാറ്റാണ് മാമിന് വന്നിട്ടുള്ളത്. അന്ന് ആള് ഒരുപാട് സ്ട്രഗിൾ ചെയ്യിക്കുന്ന ഒരു സമയം, എന്നെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. നമ്മൾ തമ്മിൽ ഒരുപാട് തവണ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം തന്റെ ലൈഫിൽ നേടിയിട്ടുള്ള ആ വിജയങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നിൽക്കുന്നത്. ഇതിന്റെ മുമ്പ് ഒരുപാട് ട്രെയിനിങ് സെഷനിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ടോപ്പിക് വന്നത് എനിക്ക് തോന്നുന്നു ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ് എന്നുള്ളത്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു ടോപ്പിക് കൂടെ എടുത്തതിൽ. അതേപോലെ ടോപ്പിക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി കേൾക്കുന്ന വാക്കുകളാണ്. പിന്നെ നമ്മുടെ ആ ഗ്രോത്തഡ് മൈൻഡ്, ഈ ഫിക്സഡ് മൈൻഡിൽ നിന്നും ഗ്രോത്ത് മൈൻഡിലേക്ക് നമ്മൾ പോകണം. മാം പല ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ അതേപോലെ നമുക്ക് ഉണ്ടാവുന്ന ഈ ഒരു നെഗറ്റീവ് തോട്ടുകളും ആളുകളുടെ കമന്റുകളൊന്നും അതൊന്നും വിശ്വസിക്കുക, നമ്മളിൽ എന്തുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിൽ ഏറ്റവും വലിയൊരു സെഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ എക്സ്പീരിയൻസ് ജീവിതത്തിൽ കിട്ടിയിട്ട് അനുഭവങ്ങൾ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതാരും നിസ്സാരമാക്കണ്ട. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. എനിക്ക് നല്ല പേഴ്സണലായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഇവര്. നല്ലൊരു മുമ്പ് കുറെ ആയി കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടന്നിട്ട്. എന്നാലും വളരെ സന്തോഷം. താങ്ക് യു മാം. താങ്ക് യു സർ. സാർ ഒരുപാട് അന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതെ പറയാ, നമുക്കത് കൈവിട്ട ഒരു സമയത്ത് നമുക്ക് ഒരുപാട്, നമ്മൾ ഈ ഒരു ട്രെയിനിങ് ഫീൽഡിൽ ഇഷ്ടംപോലെ ആളുകൾ നല്ല സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഏറ്റവും സാറിനായിരിക്കും നല്ല ഹെൽപ്പ് ചെയ്തിരുന്നു ആ സമയത്ത്. ഞാൻ ഒരുപാട് സമയം സാറിന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. നമ്മള് ബാക്കിയുള്ളവർ ഇടപെട്ടോളൂ, ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ, സമയം കളയണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. നല്ല സെഷൻ ആയിരുന്നു. ഫസില മാം ഫ്രീസ് ആയിപ്പോയോ അതോ എനിക്ക് മാത്രമേ ഉള്ളോ? ഇങ്ങനെ ഇല്ലില്ല, കണ്ടിട്ട് നെറ്റ് ഇഷ്യൂ തോന്നുന്നുണ്ട്. ഓക്കെ ഓക്കെ. വളരെ നല്ല സെഷൻ ആയിരുന്നു. ആക്ച്വലി നമ്മളെ നെഗറ്റീവ് കമന്റ്സ് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കമന്റ്സ് നമ്മുടെ ലൈഫിൽ നമ്മൾ കേൾക്കും. അപ്പം അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അത് നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താലേ നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു. ഇപ്പൊ എന്റെ ലൈഫിൽ ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റേജ് എപ്പോഴും പഠിത്തമാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്നൂടെ എന്ന് പറഞ്ഞ് പലരും കമന്റ് പറയാറുണ്ട്. അപ്രീഷിയേറ്റ് ചെയ്യുന്നവരും എൻകറേജ് ചെയ്യുന്നവരും ഇല്ലെന്നല്ല, അതുണ്ട്. പക്ഷെ ചുരുക്കം ചിലരുണ്ട് ചാൻസ് കിട്ടിയ ഉടനെ ഇങ്ങനെ കമന്റ് പറയും. പ്രത്യേകിച്ച് നമ്മൾ അവരെന്തെങ്കിലും കാര്യത്തിന് നമ്മളെ വിളിക്കുകയോ അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടാതെ വരികയൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഈവനിങ്സിലൊക്കെ ആണല്ലോ നമ്മൾ ഈ ഓൺലൈൻ കോഴ്സസിൽ ഇങ്ങനത്തെ കാര്യം ഓരോ സെഷൻസിന് അറ്റൻഡ് ചെയ്യും. അപ്പോഴത്തേന് എപ്പോ വിളിച്ചാലും കിട്ടില്ല, അല്ലെങ്കിൽ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, ഇതുകൊണ്ട് എന്താ പ്രയോജനം, നിർത്താറായില്ലേ പറഞ്ഞ് ഇങ്ങനെ ഇഷ്ടം പോലെ കമന്റ് പറയുന്നത് സ്ഥിരം പറയുന്നവര് കുറച്ച് പേര്. അപ്പം പക്ഷെ ഐ ഡോണ്ട് റിയലി മൈൻഡ് ദാറ്റ്. ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ ഞാൻ പഠിക്കുന്നത്, പിന്നെ എന്റെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാനും എനിക്ക് സമൂഹത്തിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നും. അപ്പം അത് ആ സന്തോഷത്തിന്റെ താക്കോൽ എന്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ അത് ഞാൻ അങ്ങനെ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് റിയലി ഡസൻ ബോദർ മീ. അവർക്ക് പറയാനുള്ളത് അവർ പറയുന്നു, ഇറ്റ്സ് ഓക്കെ, ഐ ജസ്റ്റ് സ്മൈൽ ഇറ്റ് ഓഫ്, ജസ്റ്റ് ലൈക്ക് യു സെഡ്. അപ്പം അത് തീർച്ചയായിട്ടും നമ്മൾ കമന്റുകൾ വരും, പല പല കാര്യത്തിനും നമ്മൾ കമന്റ് കേട്ടെന്നിരിക്കും. പക്ഷെ അത് കേൾക്കുന്ന ഒരു ചെവി കേട്ട് മറ്റൊരു ചെവി കിടക്ക് വിടുക. പക്ഷെ ജസ്റ്റ് ലൈക്ക് യു സെഡ്, അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പം വേറെ പല നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം അതിനകത്ത് എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ട്. അതൊരു ഒരു പ്യുവർ ക്രിറ്റിസിസം ആയിട്ട് മാത്രം എടുക്കാതെ ക്രിയേറ്റീവ് ക്രിറ്റിസിസം ആയിട്ട് എടുത്ത് അതിനകത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാനും നമുക്ക് വളരാനും പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഉൾക്കൊള്ളണം. അതിൽ നിന്ന് നമുക്കൊരു വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾക്ക് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് വരാനായിട്ടും
നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഒക്കെ ഉള്ള ഒരു കാര്യമായിട്ട് ആ നെഗറ്റീവ് കമന്റ്സിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. സോ നെഗറ്റീവ് കമന്റ്സ് ഇറ്റ്സ് ലൈക്ക് ടേക്ക് ഇറ്റ് ആസ് എ ക്രിയേറ്റീവ് ക്രിറ്റിസിസം. ചിലർ നമ്മളെ ഹേർട്ട് ചെയ്യാൻ പറഞ്ഞെന്നിരിക്കും, അവരുടെ അസൂയ ഉണ്ടോ അല്ലെങ്കിൽ അതൊക്കെയുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ചെവിക്കട കേട്ടും മറ്റേ ചെവിക്കട വിടുക. അല്ലാത്തതൊക്കെ നമുക്ക് എന്തെങ്കിലും അതിനകത്തുനിന്ന് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെനിഫിറ്റ് എന്നല്ല, നമുക്ക് ഗ്രോത്തിന് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടായിരിക്കും അവർ പറയുന്നത്, അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനെ ഐ ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ രീതിയിൽ കൺസിഡർ ചെയ്താൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് ഈ തോട്ട്സ് നമ്മളെ ഈ കമന്റ്സ് നമ്മളെ ബോദർ ചെയ്യാതിരിക്കും. സോ താങ്ക് യു വെരി മച്ച്. രാവിലെ ഒരു എനർജൈസിങ് ടോക്ക് ആയിരുന്നു. എവരി വൺ ടു തിങ്ക് അബൌട്ട് how to deal with the negative comments. Thank you very much and congratulations. ഇതില് പിന്നെ നമുക്ക് സാധാരണയായിട്ട് നെഗറ്റീവ് കമന്റ് പറയുന്ന എഫക്റ്റീവ് വിക്ടിംസിനെ നമ്മൾ ഇതേ പറഞ്ഞത് ടോപ്പിക് അറിയാം. പക്ഷെ ഈ സ്ഥിരമായിട്ട് നെഗറ്റീവ് പറയുന്ന അവരെ എങ്ങനെ ഒതുക്കാന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മറ്റുള്ള അതൊരിക്കലും നമുക്കൊരു എന്താണ് അവരെ മാറ്റാനോ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ സ്ഥിരമായിട്ട് നെഗറ്റീവ് പറയുന്ന നമുക്ക് ആളെ എങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാനാ. അവരോട് എന്ത് പറഞ്ഞാലും എന്തല്ല നമ്മൾ എന്ത് കണ്ടാലും ഏത് സാഹചര്യത്തിലും അവരിത് തന്നെയാ പറയാ. എന്റെ നാട്ടില് ഒരു ഉദാഹരണം പറയാം. എന്റെ നാട്ടുകാരും ഇവിടെ ഇല്ലാന്ന് വിചാരിക്കുന്നു ഈ ഒരു സെഷനില്. എന്റെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ട്. കാരണം ഞാനൊരു 18-19 വയസ്സ് മുതൽ അയാളെ കാണുന്നത്. അയാൾ അങ്ങനെ വായ തുറന്ന നെഗറ്റീവേ പറയും. ഇപ്പൊ ഒരു പോസിറ്റീവ് നല്ല കാര്യം അയാൾ നാട്ടുകാരും കുടുംബത്തിലും ഉണ്ടാവുന്ന ആളും ഒക്കെയാണ്. പക്ഷെ എന്ത് കണ്ടാലും അയാൾ നെഗറ്റീവ് വരും. പക്ഷെ അയാൾക്ക് മറ്റുള്ള ആളുകൾക്ക് എത്രത്തോളം ഹേർട്ട് ആവുന്നുണ്ട്, അത് പബ്ലിക്കായിട്ട് ഒരു കാര്യം പറയുമ്പോൾ വളരെയധികം അതാണ് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ഇങ്ങനത്തെ ആളുകൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു സൈക്കോളജിക്കലി ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഞാൻ എവിടെയും കണ്ടുപിടിച്ചിട്ടില്ല. എങ്ങനെ അവരോട് അടുക്കാൻ പറ്റുക, ഏത് സാഹചര്യവുമായിട്ട് അവരോട് പറയാൻ പറ്റും. അതിനിപ്പോ രണ്ടെണ്ണം പൊട്ടിച്ചാലോ അത് വലിയൊരു പ്രശ്നങ്ങളായി മാറും. അപ്പൊ ഏതായാലും നല്ലൊരു ടോപ്പിക് ആയിരുന്നു. നമുക്ക് ഈ ഒരു വശം കൂടി ചിന്തിക്കണല്ലോ. ഓക്കെ, താങ്ക് യു. റൗസ് സാറിനൊന്നും പറയാനില്ലേ? റൗസ് സാർ 2 ദിവസമായി ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ ഇന്ന് ജോയിൻ ചെയ്തതായിരുന്നു. ഗുഡ് നമുക്കാണ് സ്ഥിരമായിട്ട് കാണാറുള്ള ആളുകള്. ഗുഡ് മോർണിംഗ് ഫാസില മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു ടോപ്പിക് ആയിരുന്നു, നല്ല സെഷൻ. എനിക്ക് തോന്നുന്നത് നമ്മള് ഇടയ്ക്കൊക്കെ നെഗറ്റീവ് കമന്റ്സ് കേൾക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പറ്റിയൊരു തോന്നല് വരും, നമ്മളെല്ലാം തകർന്നവരായി. ഈ പോസിറ്റീവ് മാത്രം കേട്ട് കഴിഞ്ഞാല് പിന്നെ നമുക്കൊരു വളർച്ച ഉണ്ടാവില്ല, നമ്മളവിടെ സ്റ്റക്കായിട്ട് പോകും. അപ്പൊ വല്ലപ്പോഴൊക്കെ അത് കേൾക്കണം എന്നാണ് എൻ്റെ ഒരു പക്ഷം. എന്നാലേ നമുക്കൊരു വാശിയും കുറച്ചും കൂടെ നമ്മള് നന്നാക്കാനുള്ള ആ ഒരു തോന്നലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നിസാബ് സാറ് പറഞ്ഞ പോലെ എപ്പോഴും നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് തോന്നുന്നത് അവർ പറയുന്ന അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. അവർക്കൊരു സന്തോഷമാവട്ടെ. സന്തോഷത്തിനാണല്ലോ അവർ പറയുന്നത്. അവരോട് പന്നിയോട് മല്ലയുദ്ധം നടത്തരുത് എന്നല്ലേ പറയാ, നമ്മളെ ദേഹത്തും ചളി പറ്റും. അപ്പൊ അത് അതിന്റെ അത്തരം മറ്റൊരു ആളുകളോട് പോത്തിനോട് വേദോതിട്ട് കാര്യമില്ല എന്ന് പറയല്ലേ, അതെ അതുപോലെ. അതെ പന്നികളോടും മല്ലയുദ്ധത്തിനും പോത്തിനോട് വേദവതാണെന്ന് പോവരുത്. അവർക്ക് എന്തായാലും അങ്ങനെ പറയുള്ളൂ, നമ്മളും സമ്മതിച്ചു കൊടുക്കുക, അവര് ഹാപ്പി ആവട്ടെ. ചില ആളുകളോടൊക്കെ നമ്മളൊരു സക്സസ് ഉണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു എന്ന് പറയരുത്, തോറ്റു എന്ന് പറയണം. എന്നാലേ അവർക്ക് സന്തോഷമാവുള്ളൂ. അവര് സന്തോഷിക്കട്ടെ നമ്മളെ തോൽവി കണ്ടിട്ട്. ജോലി കിട്ടിയെന്ന് വെച്ചാൽ ഇല്ല, ജോലിയൊന്നും കിട്ടിയില്ല. എന്താണെന്ന് അറിയില്ല, ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലിയൊക്കെ കിട്ടാൻ, ഭയങ്കര കഷ്ടപ്പാടാണ്. ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല. നിങ്ങളുടെ മോനൊക്കെ നല്ല ജോലിയായില്ലേ, ശമ്പളം നല്ലതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ അവരിങ്ങനെ മനസ്സിൽ സന്തോഷിച്ചോളും. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. റൗസ് സാർ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് നമ്മള്
സന്തോഷായിട്ടിരിക്കണമെന്ന് കേൾക്കാൻ അവർക്കും ഒരു സുഖം ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നറിയോ? പക്ഷെ വല്ല സ്റ്റാറ്റസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കുമ്പോ അങ്ങനെയുള്ളവരൊക്കെ ഹൈഡാക്കി വെക്കും. അവരിനി അത് കണ്ട് വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അത് നല്ലൊരു ഐഡിയ. അതാണ് ഇനി അവര് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നല്ലത് വന്നതില്ലാതാവട്ടെ. അന്ന് പോവരുത്, ആ നല്ലതൊന്നും വരരുതേ എന്ന് പറഞ്ഞു ഞാൻ അടിച്ചാ മതി. കറക്റ്റ്. ദൈവം ആരുടെ പ്രാർത്ഥന എപ്പോഴാ കേൾക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനുള്ള ഒരു അവസരം നമ്മളായിട്ട് കൊടുക്കണ്ട എന്നുള്ളത്. ഇങ്ങനെയുള്ള ആളുകളൊന്നും മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. ആവശ്യത്തിന് മാത്രം, അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം അവർക്ക് നമ്മളവരെ കണ്ടുമുട്ടുമ്പോൾ മാത്രം അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയാൽ മതി. മനസ്സിലായി? മാക്സിമം അങ്ങനത്തെ ഒക്കെ നമ്മൾ ആളുകളിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. പ്രശ്നങ്ങളും വേണ്ട, അവർ അങ്ങനെ മെല്ലെ ഇങ്ങനെ മാറ്റി നിർത്താം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം അവരെന്തായാലും നന്നാവുന്ന ടൈപ്പല്ല. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പറയൂ. പറഞ്ഞോളൂ. നമ്മളെ ഈ ജോസഫ് അന്നക്കുട്ടി ജോസിന്റെ ഒരു ഇത് കണ്ടിട്ടുണ്ട് ഞാന്. ഈ നമുക്ക് ഈ സങ്കടം അല്ലെങ്കിൽ നമുക്കൊരു വിഷമം പറയുമ്പോൾ അത് കേൾക്കാനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും. പക്ഷെ സത്യത്തിൽ നമ്മൾക്ക് കിട്ടാത്തത് നമുക്കൊരു നല്ലത് വരുമ്പോൾ സന്തോഷിക്കാൻ പറ്റുന്ന ആളുകളെയാണ്. അല്ലേ? ഒരാൾ നന്നാവുമ്പം അതിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്നവർ വളരെ കുറച്ചായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിക്കുക, ബാക്കിയുള്ളവരെയൊക്കെ അങ്ങ് അവരെ പാട്ടിന് വിടുക. അത് ഈ പറഞ്ഞ മാതിരി സജന മാം പറഞ്ഞ പോലെ നമ്മൾ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇടുമ്പോൾ നാട്ടുകാർ മൊത്തം ലൈക്ക് ചെയ്യും. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവരെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പലരും ഒന്ന് മൈൻഡാക്കിയേ ഒരു കൺഗ്രാജുലേഷൻ പറയും, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാവുക എന്ന് പറയുന്നത്. അതൊരു വലിയൊരു തിരിച്ചറിവാണ്. അത് അങ്ങനത്തെ ആളുകളൊന്നും തിരിച്ചറിയാന്നുള്ളത്. ആര് നമ്മളെ കൂടെ ഉണ്ടാവും, ആരുണ്ടാവില്ല, ആരോട് നമ്മളോട് താല്പര്യം, നമ്മുടെ വിജയങ്ങൾ ആർക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതൊക്കെ. ഏതായാലും ഈ ഒരു ഗ്രൂപ്പില് സെഷനില് സൈലന്റ് ആയിട്ടിരിക്കുന്ന ആളുകൾ കുറച്ചൊന്ന് വരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളത് എല്ലാ ദിവസവും ഞാനും നമ്മുടെ സൂസൻ മാം ഒക്കെ ഒരുപാട് അങ്ങോട്ട് പറയണം. ബാക്കിയുള്ളവർക്ക് അവസരം കിട്ടാതായിപ്പോയി. ഞാൻ പേര് വിളിക്കണം സാറിന് ഓരോരുത്തരെ. നമ്മുടെ JK തോമസ് സാർ ഫ്രീ ആണെന്ന് സംസാരിച്ചോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ. എന്താണ്? നിസാം സാർ ഒരാളുടെ പേര് വിളിച്ചല്ലോ, അത് കഴിഞ്ഞിട്ട് ഞാനൊരാളുടെ പേര് വിളിക്കാട്ടാ. ആയിക്കോട്ടെ, സാറ് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും ടോപ്പിക്കിന്റെ ഒരു ഫുള്ള് ജിസ്റ്റ് കിട്ടിയായിരുന്നു. അത് കേട്ടെടുത്തു വന്ന് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണല്ലോ നമ്മുടെ ഡെയിലി ലൈഫിൽ. നമ്മളെ നെഗറ്റീവ് പറയുന്നവരെ പലപ്പോഴും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകും ചിലപ്പോഴൊക്കെ, ഒരു പരിധി വരെ നമ്മൾ. കാരണം ചിലപ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും ഒന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പം ആദ്യം മുന്നിൽ നിൽക്കുന്നത് നമ്മളെ ശരിക്കും അടിച്ചമർത്താൻ വേണ്ടിയുള്ള ആൾക്കാരാണ് നമുക്ക് ലൈഫിൽ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനോട് ഫൈറ്റ് ചെയ്ത് മുന്നിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി കിട്ടുക, നമുക്കൊരു ആത്മവിശ്വാസം തോന്നുക. അതിൻ്റെ ഒരു ഫീല് അനുഭവിക്കാത്തവരായി ആരും കാണത്തില്ല നമ്മുടെ ഇടയിൽ. ഓ കീപ് ഫൈറ്റിംഗ് എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ. എവറി ഡേ ഈസ് എ ന്യൂ ചാൻസ്, വൺ മോർ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു മാം. താങ്ക് യു സാർ. അംബിക മാമും ഞാനും ഒരു കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു മെമ്മറിയുടെ. അപ്പൊ മാം അതിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഞാൻ അപ്പൊ അത് കണ്ടപ്പോഴാണ് നമ്മുടെ മോർണിംഗ് സർക്കിളിലുള്ള അംബിക മാം ആണല്ലോ, മോർണിംഗ് സർക്കിളിൽ ഒന്നും മിണ്ടാറില്ലല്ലോ, ആക്റ്റീവ് ആണല്ലോ എന്ന് തോന്നിയത്. മാം ഓക്കെ. ഞാനേ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല മോളെ. അപ്പൊ ഞാനേ വേറൊരു സെഷനിലായിരുന്നു. അപ്പൊ അത് ഇതിനകത്ത് കുറച്ച് ഞാൻ കേട്ടായിരുന്നു, അതിൽ ഞാൻ പറയാണ്. അപ്പോൾ ഓക്കെ, ശരിയാണ്. ഈ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ തളർത്താനും നമ്മളുടെ എന്താണ് നമ്മുടെ ദുഃഖങ്ങളൊക്കെ കണ്ട് സന്തോഷിക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അതൊക്കെ ശരിയാണ്. ഇപ്പം ഞാനും അങ്ങനെ ഒരു അനുഭവം. ഇപ്പം ഇത് ഈ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ,
എൻ്റെ അടുത്തൊരു റിലേറ്റീവ്, അതായത് എൻ്റെ ബ്രദറായിട്ട് തന്നെ ഞാനിപ്പോൾ അടുത്തൊരു ചെറിയ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. അതാണ് എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് കടന്നു പോയത്. എനിക്കത് വിഷമം തോന്നി. കാരണം ഇങ്ങനെ ഒരു നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു കാര്യം, ഞാനൊന്നും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ ഉടക്കായി. അപ്പോൾ അതെനിക്ക് ഇപ്പോൾ പെട്ടെന്ന് വിഷമം തോന്നി. ശരിക്കും ശരിയാണ്, നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെ ഇത്തരത്തിൽ തളർത്താൻ നിൽക്കുക. അല്ലാത്തൊരു ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് വേറെ ഉണ്ട്. ഇപ്പം എനിക്ക് ഈ 2-3 ഗ്രൂപ്പിൽ ഞാനുള്ളപ്പോൾ തന്നെ ഞാൻ ഓർക്കും എത്ര പേര് നമുക്ക് പോസിറ്റീവായിട്ട് പറയാനുണ്ട് എന്ന്. അപ്പോൾ മോള് പറഞ്ഞത് നല്ലൊരു കാര്യമാണ് എന്ന് പറയുന്നു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. നമ്മള് NLP-യിലെ ഒരു കാര്യം പറയും, ദർ ഈസ് എ പോസിറ്റീവ് ഇന്റൻഷൻ ബിഹൈൻഡ് എവറിത്തിങ്. പറയുന്നവർക്ക് അവരുടേതായ ഒരു പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ടാവാം, അത് നമ്മുടെ പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല. അപ്പൊ അതിനെ അങ്ങനെ തന്നെ കാണുക. ലെറ്റ് ദം സേ ദേ ഹാവ് സം പോസിറ്റീവ് ഇന്റൻഷൻ, ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഗുഡ് ഫോർ ദം. പക്ഷേ അത് എൻ്റെ പോസിറ്റീവ് ഇന്റൻഷൻ, ഞാൻ എന്താന്ന് എനിക്കറിയാം, ഞാൻ എന്താ എൻ്റെ ഗ്രോത്തിന് വേണ്ടിയും എൻ്റെ വളർച്ചയ്ക്ക് എനിക്ക് നന്മയ്ക്കായിട്ടുള്ള കാര്യം, അല്ലെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കും നന്മയ്ക്കായിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ ഒരു പോസിറ്റീവ് ഇന്റൻഷൻ മാത്രം നമ്മൾ ചിന്തിക്കുക. അതൊരു ദാറ്റിൽ ആക്ച്വലി നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വറി ചെയ്യാതിരിക്കാൻ അല്ലെ വിഷമിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇമോഷണലി എത്രത്തോളം മെച്ചുവേർഡ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നമുക്ക് അത്രയും ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ മെച്യൂരിറ്റി വന്നില്ല എന്നർത്ഥം. അത് അപ്പൊ അത് ശരിയാണ് അത് ശരിയല്ല. കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഞാനൊക്കെ സെൻസിറ്റീവായിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ അന്നേരം നമ്മളെ അത് കൂടുതൽ അപ്സെറ്റ് ആക്കും. ഞാനൊക്കെ അത് വെച്ച് കഴിഞ്ഞാല് പണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേനും ആകെ മൈൻഡൊക്കെ ഇങ്ങനെ ഡൗൺ ആയി, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ആകെ വിഷമിച്ചിരിക്കുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇമോഷണലി മെച്ചുവേർഡ് ആയിട്ടുണ്ട് ഇപ്പൊ. അതെ അതെ പൊതുവെ തീർച്ചയായിട്ടും. നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കേട്ട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇമോഷണലി, ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഏജായി എന്നുള്ളതാണ്, ഇത്ര ഏജായി ഇങ്ങനെ ഇമോഷണലി മെച്ചുവേർഡ് ആവാൻ. അതാണ് എൻ്റെ ഒരു സങ്കടം. രണ്ടോന്നും അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷെ എന്നാലും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആവാതിരിക്കാൻ. ഓക്കെ, ഇങ്ങനെ ഓരോരുത്തരുടെ ആ ഒരു ക്ലാസ്സുകൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും മെച്ചൂർഡ് അല്ലാത്തൊരു സമയത്ത് ഒരാൾ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞാൽ നമുക്ക് ആദ്യം അവരോടൊരു ശത്രുതയിക്കാരം. അവരെ നമ്മളെ പറ്റി, അതായത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യില്ല അല്ലെ, അവര് നമ്മളോടുള്ള ശത്രുത കാരണം പറയുന്നതാണ്. പിന്നെ പിന്നെ നമുക്ക് അടുത്ത സ്റ്റേജിലെത്തുമ്പം അവര് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യും, പക്ഷെ എന്നാലും ഒരു വിഷമമായിരിക്കും. കുറച്ചും കൂടെ കഴിയുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യും, വിഷമം ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു മെച്യൂരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നത് ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്നും അതുപോലെ മാം പറഞ്ഞ ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴും പിന്നെ നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് ശരിയാവുമ്പോഴൊക്കെ അത് വരും. ഒരുപാട് പോലെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യം. തീർച്ചയായിട്ടും. ഓക്കെ. ഒരു അതെ അതെ സമയത്ത് നമ്മൾ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ള ഒരു ഫ്രേസ് ഉണ്ടല്ലോ. അപ്പം ആക്ച്വലി അതിന് ഞാൻ കൊടുത്തിരുന്ന, അല്ലെങ്കിൽ എൻ്റെ ആ ടൈമിൽ ഞാനത് മനസ്സിലാക്കിയിരുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു ഫിസിക്കൽ എബിലിറ്റിയെ കുറിച്ച് മാത്രമായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മൾ കൂടുതലും ഇപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നമുക്ക് നോളജ് ഈസ് ഓൾസോ എന്ന് വെച്ചാൽ അതിനെ ഒത്തിരി ഇത് ചെയ്യുന്ന ഒരു കാര്യം. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു വിഷയം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പം നമുക്ക് ഏജ് മുന്നോട്ട് പോയെങ്കിലും ഇമോഷണൽ ഇന്റലിജൻസ് വന്നിട്ടുണ്ട് അതിൽ. ഇപ്പം ജസ്റ്റ് അംബിക മാം പറഞ്ഞ പോലെ കുറച്ച് പ്രായം കുറഞ്ഞവർക്ക് കുറച്ചുകൂടി ഇന്റലിജൻസ് ഉണ്ടാകും, അത് കുറച്ചുകൂടെ റെസിലിയന്റ് ആയിരിക്കും. ചിലപ്പം നെഗറ്റീവ് കമന്റ്സ് വന്നാൽ അവരത്ര എഫക്റ്റഡ് ആവത്തില്ല. അത് നമുക്കപ്പം പലതരത്തിലുള്ള എക്സ്പോഷർ നമുക്ക് പെട്ടെന്ന് കിട്ടും. സോ ഈ പലതരത്തിലാണ് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ ഇമോഷൻ ചേഞ്ചസ് ആവുന്ന രണ്ട് കാരണങ്ങളൊക്കെ, ഒന്ന് നമ്മുടെ ഈ ഒരു ബയോളജിക്കൽ ഇമോഷൻ ടൈപ്പ് തന്നെയാണ്. നമുക്ക് കുട്ടിക്കാലത്ത് നമ്മുടെ
ഇപ്പൊ സജന മാം പറഞ്ഞതുപോലെ ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, അതങ്ങനെ ആ ഒരു പാറ്റേൺ തന്നെ അങ്ങോട്ട് പോയി. പിന്നെ ഒരു എൻവിറോൺമെന്റ് സിറ്റുവേഷൻ മാറി. ഇതേപോലെ നമ്മൾ ക്ലാസ്സുകൾ, നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ഇപ്പോ സാറ് പറഞ്ഞതുപോലെ മാം പറഞ്ഞതുപോലെ ഒക്കെ നമ്മളിങ്ങനെ മാറ്റങ്ങൾ ദിവസം നമ്മൾ ആ ഇമോഷൻ റെഗുലേഷൻസ് തന്നെ നമുക്ക് സ്വയം കൺട്രോൾ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ചില ആളുകൾ നെഗറ്റീവ് കേൾക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും തകർന്നു പോകുന്നത് എന്ന് പറയും നമ്മുടെ എൻവിറോൺമെന്റ്, നമ്മുടെ ചുറ്റുപാടുകൾ. നമ്മളിപ്പോഴും ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുന്നു, ആളുകൾ എങ്ങനെ സംസാരിക്കുന്നു, ആളുകൾ എന്നെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ്. അതേഴ്സിനെ പറ്റി ചിന്തിക്കുന്നില്ല. സെൽഫ് മാത്രമാണ് ഒരു മെയിൻ ആയിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എൻവിറോൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആ ഇമോഷണൽ റെഗുലേഷൻസ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്ക്, അല്ല നമുക്ക് തന്നെ. അപ്പൊ അതിന്റെ ഒരു നെഗറ്റീവ് ആണ് ഈ ഒരു പിന്നീട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ആങ്സൈറ്റി, ഷെയിം, ഗിൽറ്റി ഫീലിങ്സ്, ഞാനൊന്നും ആയില്ല, അങ്ങനെയൊക്കെ ആയിപ്പോയി എന്നുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് വരുന്നത്. അതൊക്കെ ഒരു കാരണങ്ങളാണ് നമ്മുടെ ഈ ഇമോഷൻ ചേഞ്ചസിലേക്ക് ഉണ്ടാവുന്നത്. ഏതായാലും അടിപൊളി സെഷൻ ആയിരുന്നു നമ്മുടെ ഫാസിമാം എടുത്തിട്ടുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് മേക്സ് യു ഹാപ്പി. നമുക്ക് സന്തോഷം വരുന്ന രീതിയിൽ ചിന്തിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ ഗ്രൂപ്പിൽ അറിയിക്കുക. താങ്ക്സ് അഗെയിൻ ഫാസില മാം. നാളെ ജിഷ മാം ആണെന്ന് തോന്നുന്നു മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. Okay, thank you all. Thank you. Thank you and good day to everyone.